ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിന് റഹ്മത്താണ്. ചില ആളുകൾ വിചാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം നോന്ന് പറഞ്ഞ നേതാവാണ് എന്നാണ്. അല്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം നിഷേധിച്ചു വെച്ചൊരു മതം, എല്ലാം മുടക്കി വെച്ചൊരു മതം, എല്ലാം പാടില്ല 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 എന്ന് മാത്രം പറയുന്നൊരു മതം. അങ്ങനെയാണോ ഇസ്ലാം? അല്ല. ഇത്ര വിശാലമായ ഒരു മതമില്ല. ഇസ്ലാം നോ പറയുന്ന ചില മേഖലകളുണ്ട്. നിന്റെ ഭാര്യനെ വേറൊരാള് നോക്കൂന്ന് കാണുന്ന ചില രംഗങ്ങൾ ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിനക്കും കൂടി നല്ലതാ, അവൾക്കും കൂടി നല്ലതാണ്. സ്വന്തം ഭാര്യനെ പറയുമ്പോഴേ പൊള്ളുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. നിന്റെ സ്വന്തം പെങ്ങളെ മറ്റൊരാൾ നോക്കുന്നതിൽ നിന്ന് തടയിടാൻ ഇസ്ലാം പല നിയമങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് അള്ളാഹ്ക്ക് എന്തെങ്കിലും കുറവ് വരുന്നത് കൊണ്ടല്ല. നിന്റെ പെങ്ങളെ ഏതോ ഒരു ചങ്ങാതി നോക്കിയതുകൊണ്ട് അള്ളാഹ്ക്ക് എന്ത് വരാനാണ്? അള്ളാഹ്ക്ക് ഒരു കുറവ് വരാനില്ല. നിന്റെ പെങ്ങളെ ചാരിത്രശുദ്ധി നഷ്ടപ്പെടാതിരിക്കാനാണ്. എന്റെ സ്വന്തം ഭാര്യയുടെ ചാരിത്രശുദ്ധി നഷ്ടപ്പെടാതിരിക്കാനാണ്. അതുകൊണ്ടാ എന്റെ അനുജനിക്ക് എന്റെ ഭാര്യനെ കാണാൻ പറ്റൂല, എന്റെ ജേട്ടനിക്ക് എന്റെ ഭാര്യനെ നോക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്റെ ബാപ്പന്റെ അനുജൻ എന്റെ ഭാര്യനെ നോക്കാൻ പറ്റൂല. എന്റെ സ്വന്തം അനുജനെ ബാപ്പന്റെ അനുജനാണ്. ആ ബാപ്പന്റെ അനുജന്റെ അതേ പ്രിയ ഭാര്യയാണെങ്കിൽ അവളെ നോക്കാൻ എനിക്ക് നിർവാഹമില്ല. എന്റെ അനുജനാണ്, എന്റെ സ്വന്തം അനുജനാണ്. അവളെന്താ എന്റെ അനുജത്തിയെ പോലെയല്ലേ എന്ന് ചിലപ്പോൾ ന്യായം തോന്നും. നിന്റെ ന്യായത്തിനനുസരിച്ചല്ല ഇസ്ലാം കാഴ്ചപ്പാട് പറയുന്നത് മനുഷ്യനെ അറിഞ്ഞിട്ടാണ്. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നവൻ അല്ലാഹു തആലയാണ്. മനുഷ്യന്റെ യഥാർത്ഥത്തിലെ ഞരമ്പുകളെ കുറിച്ച് അറിയുന്നവനാണ്. നമുക്കറിയില്ല. അതുകൊണ്ട് ആ ഖുർആൻ ഒരിടത്ത് പറഞ്ഞില്ലേ, ഖുർആൻ ഒരിടത്ത് പഠിപ്പിച്ചില്ലേ, നിങ്ങളെ ഞരമ്പുകളുടെ ചലനങ്ങളെ കുറിച്ച് അറിയുന്ന റബ്ബാണ് അല്ലാഹ്. നമുക്കറിയില്ല. നമ്മൾ അറിയാത്തത് കൊണ്ടാ സ്ട്രോക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയത്. സ്ട്രോക്കായി ഞരമ്പിന് എന്തൊക്കെയോ തകരാറ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇതങ്ങ് പൊട്ടിയപ്പോഴാണ് ഡോക്ടർ പറയുന്നത് കുറച്ച് ദിവസമായി ഇയാൾക്ക് തകരാറ് തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും അനുഭവിച്ചിട്ടില്ലേ. മൂപ്പര ശരീരത്തിൽ അനുഭവിച്ചത് മൂപ്പരറിയില്ല. ഇയാളെ ശരീരത്തിൽ സ്ട്രോക്ക് വന്നു എന്നാ പേര് പറയുന്നത്. അത്തരം പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെയും ഇഷ്ടപ്പെടുന്നവരെയും കാത്തു രക്ഷിക്കട്ടെ. ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാകുമ്പോൾ എന്തെല്ലാം സംവിധാനമുണ്ട് ഇവിടെ. ശരിയാ മോനെ, എല്ലാ സംവിധാനമുണ്ട്. ഞാൻ നിന്നോട് സംവിധാനത്തെ കുറിച്ച് ചോദിക്കുന്നില്ല, എന്റെ ശരീരത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ എന്റെ വയറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന പണി എന്താ? ആർക്കറിയാം? അരമണിക്കൂറായിട്ടില്ലല്ലേ തിന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ജയിക്കുന്നുണ്ടാവും. ആര് പറഞ്ഞു ജയിക്കുന്നുണ്ടാവും? നമുക്ക് വിചാരിക്കാനേ പറ്റുള്ളൂ. വയറ്റിന്റെ ഉള്ളിൽ നടക്കുന്നു എന്ന് ഉറപ്പ് പറയാൻ എന്ത് ധൈര്യമുണ്ട്? നമുക്കല്ല, ഡോക്ടർമാർക്ക് ധൈര്യമുണ്ടോ? ഡോക്ടർമാരെ ഗുളിക എഴുതി തരുമ്പോ എന്താ ലാസ്റ്റ് പറയല്? ഷീറ്റ് എഴുതി തന്നിട്ട് ലാസ്റ്റ് പറയും 3 ദിവസം കഴിഞ്ഞിട്ട് വിവരം പറയണേ. നിങ്ങളില്ലെങ്കിൽ വേറെ ആള് വന്നിട്ടെങ്കിലും വിവരം പറയാൻ വേണ്ടിട്ടാ വിവരം പറയണേ. അപ്പൊ ഇത് കുടിച്ചിട്ട് ഇയാൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് ആർക്ക് പറയാൻ പറ്റും? ഡോക്ടർക്ക് പറയാൻ പറ്റുമോ? ഗുളിക കുടിച്ചാൽ എല്ലാവർക്കും ഒരേ എഫക്റ്റ് ആണോ? ഗുളിക കുടിച്ചാൽ എല്ലാവർക്കും ഒരേ എഫക്റ്റ് ആണോ? അല്ല. അതുകൊണ്ടാണ് ഡോക്ടറിനെ ചിലപ്പോൾ ചോദിക്കും അലർജീന്റെ പ്രയാസം ഉണ്ടോ? ചോദിക്കല്ലേ? ഡോക്ടർമാരുടെ അടുത്തൊന്നും പോയല്ലേ? ഇവിടെ രോഗങ്ങളൊന്നും ഇല്ലല്ലേ? മാഷാ അല്ലാഹ്, ഭയങ്കര നാട്. അല്ലാഹു അത്തരം രോഗങ്ങളൊന്നും നമുക്ക് തരാതിരിക്കല്ലേ. രോഗങ്ങൾ ഉണ്ടായിട്ട് ഡോക്ടർ അടുക്കൽ പോയി ഒരു പനി വന്നാൽ, സാധാരണ ഒരു പനി വന്നാൽ ഡോക്ടർ അറിയുന്ന വാക്കാ ഞാൻ പറഞ്ഞത്. 3 ദിവസം കഴിഞ്ഞിട്ട് വിവരം പറയണേ. ഇത് കുടിച്ചിട്ട് നിങ്ങൾ ബാക്കിയുണ്ടോന്നൊന്നും എനിക്ക് അറിയണം, ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം. അത്രേ ഡോക്ടർക്ക് പറയാൻ കഴിയുള്ളൂ. ഡോക്ടർക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റൂല ഈ ഗുളിക കുടിച്ചിട്ട് എന്തായാലും മാറും ഉറപ്പ് പറയാൻ പറ്റൂല, കൊണ്ട് പറയാൻ പറ്റൂല. അല്ലാഹുവാണ് ഷഫീ, രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. ഗുളികകൾ കാരണം മാത്രമാണ്. ഒരുപാട് മക്കളില്ലാത്ത ആളുകൾക്ക് ഗുളിക എഴുതി കൊടുക്കുന്ന ഡോക്ടർ അയാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ അയാൾക്ക് മക്കളില്ല. അയാൾ ഗുളിക എഴുതി കൊടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് മക്കളായിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് ഇതുവരെ മക്കളായിട്ടില്ല. എന്തേ അയാൾക്ക് മക്കളാകാത്തത്? മക്കളെ കൊടുക്കുന്നവൻ ഡോക്ടറാണോ? അല്ല. മക്കളെ കൊടുക്കുന്നവൻ ഡോക്ടറെ ഗുളികയാണോ? അല്ല. മക്കളെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അത് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ്. ഗുളിക കൊടുക്കുന്ന ഡോക്ടറുടെ ഗുളിക ഒഴിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് മക്കളായി, ഡോക്ടർക്ക് മക്കളില്ല. കൊറോണ വന്നപ്പോൾ ഡോക്ടർ മരിച്ചുപോയി. എന്താ മൂപ്പര പരിപാടി? കൊറോണ വന്നവനെ ചികിത്സിക്കലാണ്. ചികിത്സിക്കാൻ പോയ ഡോക്ടറും മരിച്ചുപോയി. നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ? എന്തുകൊണ്ട്? ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ ഡോക്ടറാണ്, എന്റെ ശരീരത്തിൽ രോഗം വരാൻ പറ്റൂല എന്ന് പറയാൻ അധികാരമുള്ള ഒരു ഡോക്ടർ ഇല്ല. രോഗം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, രോഗം ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബിലാ ഉമ്മമാരെ വിശ്വസിക്കേണ്ടത്, ആ റബ്ബിനെ ആ ഉമ്മമാരെ അറിയേണ്ടത്, ആ റബ്ബിനെ എനിക്കും നിങ്ങൾക്കും
പരിചയപ്പെടുത്താനാണ് ലോകത്തിന്റെ മുഴുവനും ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചത്. ആണ് ഖുർആൻ പറയുന്നത് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഭയങ്കരമായ വഴികേടിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള മനുഷ്യർ അല്ലേ 100 പെൺകുട്ടികളെ സ്വന്തം കൈകൊണ്ട് കൊന്നുകളഞ്ഞ ചില ബാപ്പമാർ. എത്ര 100 പെൺകുട്ടികളെ സ്വന്തം കൈകൊണ്ട് കൊന്നുകളഞ്ഞ ചില ബാപ്പമാർ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവരുടെ മനസ്സിന്റെ ഒരു അവസ്ഥകൾ ചിന്തിച്ചു നോക്ക്. അവരുടെ ഇടയില അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്. അന്നത്തെ കാലത്തുള്ള ചില പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നിസാരപ്പെടുത്താൻ വേണ്ടി അന്നത്തെ കാലത്തുള്ള ചില പ്രവർത്തനങ്ങളെ ഇന്ന് എടുത്തു പറഞ്ഞിട്ട് നിസാരപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന ചില വിവരദോഷികൾ അല്ലാഹു അവരുടെ ശർറിൽ നിന്ന് ഉമ്മത്തിനെ കാത്തിരക്ഷിക്കട്ടെ.